ഫവാസെ, ഇന്നലെ മഹിളാ മോർച്ചയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം അങ്ങ് തലസ്ഥാനത്ത് നടന്നു. പ്രതിഷേധം സമരങ്ങളൊക്കെ ഇത്രയും അധപ്പതിച്ചു എന്നുള്ളതിൽ സങ്കടം തോന്നുന്നുണ്ട്. ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ തുടരുമ്പോൾ, ഇപ്പോഴും സത്യപ്രതിജ്ഞ നടന്നിട്ടില്ലാത്ത സമയത്ത്, ഈ സമയത്താണ് പ്രകടന പത്രികയിലെ വാഗ്ദാനം നടപ്പിലാക്കണം, KSRTC സൗജന്യ യാത്ര വേണമെന്നും പറഞ്ഞുകൊണ്ട് മഹിളാ മോർച്ചയുടെ കുറെ ചേച്ചിമാര് ചെന്നിട്ട് നാണം കെട്ട രീതിയിലുള്ള ഒരു പട്ടിഷോയാണ് ഇന്നലെ അവിടെ നടത്തിയെന്ന് പറയേണ്ടി വരും. എന്തിനാണ് ഇന്നലെ ശരിക്കും ഒരു പബ്ലിക് പൊളിറ്റിക്കൽ സ്റ്റണ്ടായിട്ട്, അല്ല അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ലാത്ത രീതിയിൽ ഈ സമരങ്ങളെ ഇത്രയും ആഭാസത്തരമാക്കി മാറ്റുന്നതിനോട് കട്ട വിയോജിപ്പാണ്. ഇന്നലെ ശരിക്കും എന്താണ് തലസ്ഥാനത്ത് നടന്നത്? ഈ ഷോ ഓഫ് BJPക്ക് ശരിക്കും ഒരു പാരമ്പര്യമായിട്ട് ജനിതകപരമായിട്ട് കിട്ടിയൊരു സാധനമാണ്. ഇപ്പം സുരേഷ് ഗോപിക്കായാലും ആ സാധനം ജനിച്ചപ്പോഴേ ഉള്ളൊരു സാധനമാണ്. ഭാഗ്യത്തിന് അയാൾ കോൺഗ്രസിലോ മറ്റു പാർട്ടിയിലോ ഒന്നും പണ്ട് SFIക്കാരനായിരുന്നു. എന്തായാലും ആ ഒരു അവതാരത്തെ BJP ഏറ്റെടുത്തുകൊണ്ട് അങ്ങനത്തെ ഒരു ഷോ ഓഫിന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പിന്നീട് വലിയ ഷോ ഓഫ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഈ വരുന്ന തൃക്കാക്കര ഇലക്ഷനിൽ നമുക്ക് അതിലും വലിയൊരു ബൈ പ്രൊഡക്റ്റിനെ കിട്ടി. പിന്നെ നമ്മുടെ തൃക്കാക്കര കിട്ടി, അതേപോലെ കുണ്ടറ കിട്ടി, PC വിശ്വനാഥിന് എതിരായിട്ട് BJP കാൻഡിഡേറ്റ് റോബിൻ രാധാകൃഷ്ണൻ. അപ്പം ഇത്തരത്തിലുള്ള അവതാരങ്ങളൊന്നും BJPയുടെ ഒരു എന്താ പറയുക, അവർക്ക് മാത്രം കഴിവുള്ളൊരു സാധനമാണ്, വേറെ ആർക്കും ഇത് അവകാശപ്പെടാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലോട്ട് വരുമ്പോൾ ഇവരുടെ ഒരു ബൈ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ പറയും ജനസംഖ്യ കൂടുക എന്ന് പറയുന്ന പോലെ ഇവരുടെ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇത്. ഇത്രമാത്രം ഞാൻ കാണുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, ഈ മന്ത്രിസഭ രൂപീകരിക്കാണ്ട് എങ്ങനെ, കാരണം മുഖ്യമന്ത്രി ഒപ്പിടണം. അപ്പം മന്ത്രിസഭ 18-ാം തീയതി രൂപീകരിക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലും അറിയാണ്ടാണോ ഇവർ ഈ സാധനം എന്നുള്ളതാണ്. ഇപ്പം എന്താ പറയുക, വിദ്യാഭ്യാസമില്ലായ്മ അല്ലെങ്കിൽ വിവരമില്ലായ്മ ഒരു ആലങ്കാരിക പദമായിട്ട് ഇവർ കൊണ്ടു നടക്കുകയാണ്. അത്തരത്തിലുള്ള വലിയ ഇപ്പം നമുക്കറിയാം, എന്താ പറയുക, ബീഹാറിലെ മുഖ്യമന്ത്രി പറഞ്ഞത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമൊന്നും വേണ്ട, പരമ്പരാഗത രീതിയിൽ മതി. ഏത് പരമ്പരാഗതം? ആട്ട് മേയിച്ചടക്കാനാണോ ഇവർക്ക് പരമ്പരാഗത വിദ്യാഭ്യാസം മതി എന്ന് പറയുന്നത്? അപ്പം അത്തരത്തിൽ എന്താ പറയുക, വിദ്യാഭ്യാസം എന്താണെന്ന് അറിയാത്ത, അല്ലെങ്കിൽ ഉള്ളിയും ബീഫും കണ്ടാൽ തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തുക നേരെ പറയാനറിയാത്ത ഇത്തരത്തിലുള്ള ബൈ പ്രൊഡക്ഷൻ BJPയിൽ കാലാകാലങ്ങളായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒന്നുകൂടി മൂർധന്യാവസ്ഥയിലെത്തുന്ന, മേ ബി നമുക്ക് പറയാൻ പറ്റും ഭാവിയിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ കഴിഞ്ഞാൽ അടുത്ത മുഖ്യമന്ത്രി കാൻഡിഡേറ്റൊക്കെ ആക്കി നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റിനെയാണ് ഇപ്പോൾ BJP ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇത്തരത്തിൽ KSRTC ബസ്സിലൂടെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല സൂചകനായിട്ട് ഞാൻ കാണുന്നു. ഇവിടെ സ്ത്രീകൾക്കും വിദ്യാഭ്യാസം വേണ്ട എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ അത്തരം കാര്യങ്ങളിൽ പോലും പ്രാചീന അല്ലെങ്കിൽ മനുസ്മൃതിയൊക്കെയാണ് ഇവർ ഉദ്ധരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പുത്രൻ വാർദ്ധക്യത്തിലും പിതാവ് കൗമാരത്തിലും ഭർത്താവ് യൗവനത്തിലും ഒക്കെ സംരക്ഷിക്കേണ്ടവളാണ്, അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്നൊക്കെയുള്ള പഴയ നമ്മുടെ രീതിയിലേക്കുള്ള, അല്ലെങ്കിൽ അത്തരം ഉപനിഷത്തുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരം ഗ്രന്ഥങ്ങളും ഒക്കെ പൊക്കി പിടിച്ചിട്ടുണ്ടായിരിക്കും ഇവരുടെ വരവ്. എന്നാലും BJPയിൽ ഇതുപോലെയുള്ള കുറേ കോമാളി പരിവേഷങ്ങൾ പൊങ്ങി വരുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇതേ NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ള അഖിൽ മാരാരാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതിനെതിരെ. സമരത്തെ ഇങ്ങനെ ഒരു ഷോ ഓഫ് ആക്കിയിട്ട് എന്തിനാണുള്ള സംസ്കാരം അല്ലെങ്കിൽ സ്വന്തം വില കളയണതെന്ന് ഇപ്രാവശ്യം NDA കാൻഡിഡേറ്റ് ആയിട്ടുള്ള അഖിൽ മാരാർ തുറന്നൊരു പറച്ചിൽ നടത്തിയിട്ടുണ്ട്. അത് കുറച്ചെങ്കിലും തലയിൽ മൂളയുള്ളത് കൊണ്ടാണോ അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല. പറഞ്ഞത് പ്രസവിക്കാൻ വളരെ സിമ്പിളായ ഒരു പ്രക്രിയയാണ്. ജസ്റ്റ് ഒന്ന് പോവുക, പ്രസവിക്കുക, പോരുക, വീണ്ടും സാധനം ഒലക്കെടുക്കുക, അപ്പൊ ആ ഒരു പ്രൊസീജിയർ, ആ പറഞ്ഞതിന്റെ നാണക്കേട് മാറ്റാനാണോ എന്ന് അറിയില്ല. ഇപ്പോ ഇച്ചിരി ഒരു വിവേകം കാണിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അഖിൽ മാരാർ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രസവ കേസിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വളരെ രസമാണ്. ഒരു തവണയെങ്കിലും അഖിൽ മാരാർ പ്രസവിച്ചു നോക്കണം, അതിനുള്ള വേദനയെങ്കിലും ജസ്റ്റ് ഒന്ന് അറിയണം. അറിയാത്തവർക്ക് അങ്ങനെ പറയാൻ കുഴപ്പമില്ല. പിന്നെ അന്നത്തെ കാലത്ത് വെച്ചിട്ടൊക്കെ ഇതിനെ അഖിൽ മാരാർ ആ വിഷയത്തിലേക്ക് പോകാണ്ടിരിക്കുകയാണ് നല്ലതെന്ന് തോന്നുന്നു. വെച്ചാൽ അത്രയും നോൺസെൻസ് പറഞ്ഞതിനുള്ളതൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട്, ഇലക്ഷന് മുമ്പ് തന്നെ കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ അഖിൽ മാരാർ ഇപ്പോൾ ഈ വിഷയത്തിൽ എന്തായാലും കുറച്ചും കൂടി അതുകൊണ്ട് വിവേകപരമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. സമരം എന്നത് കേവലം ഷോ ആയി മാറിയാൽ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും സമൂഹത്തിൽ വിഡ്ഢികളായി മാറും. കേരളത്തിൽ പുതിയതായി അധികാരം ഏൽക്കാൻ എത്തിയ സർക്കാരിന് 1 മാസത്തെ ഒരു കൂളിംഗ് പീരീഡ് എങ്കിലും പ്രതിപക്ഷം ആദ്യം നൽകണം. ജനങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കാനും മുൻ സർക്കാരുകൾ തീറ്റിപ്പോറ്റിയ ഉദ്യോഗസ്ഥരിൽ ജനകീയ തീരുമാനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ കണ്ടെത്താനും മാന്യമായ സമയം നൽകുക. അങ്ങനെ കുറച്ച് കാര്യമായിട്ട് തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും അഖിൽ മാരാർക്ക് തോന്നിയ ഈ ഒരു തിരിച്ചറിവിലേക്കെങ്കിലും BJP എത്തിച്ചേരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇന്നലെ നടത്തിയത് ശരിക്കും എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും കാവൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയനാണ് തുടരുന്നത്.
സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നാലും ഈ അഖിൽമാരാർ പറഞ്ഞതുപോലെ ഓരോന്നും അവരുടെ മന്ത്രിസഭാ അംഗങ്ങളെ പോലും തീരുമാനിക്കാത്ത ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ തന്നെ 15-ാം തീയതി തന്നെ അല്ലെങ്കിൽ UDF സർക്കാർ ഭരണം കിട്ടിയ ഉടനെ തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് KSRTCയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ട് കയറുന്നത് ശരിക്കും ഈ ക്യാമറയ്ക്ക് മുന്നിലുള്ളൊരു പ്രഹസനം മാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഈ മഹിളാ മോർച്ചയിൽ ഇന്നലെ പ്രതിഷേധം ചെയ്തവരിൽ എത്ര പേര് ഇപ്പോൾ വീട്ടിൽ അടുപ്പ് പുകയില്ല, അടുപ്പ് പുകയാത്ത വീടുകളാണ്. മീൻസ് ഗ്യാസിന്റെ ഒക്കെ വില സാധാരണക്കാരന് താങ്ങാൻ പറ്റില്ല. ഗ്യാസ് 50 രൂപയ്ക്ക് തരും എന്ന് പറഞ്ഞ സർക്കാരാണ് BJP. ഡീസലും പെട്രോളും ഒക്കെ 50 രൂപയ്ക്ക് തരും എന്ന് പറഞ്ഞവരാണ്. BJPയുടെ ഒരു എന്താ പറയാ, അവരെ പ്രഖ്യാപനമാണ്. അവര് ഫ്ലെക്സ് നോക്കിയാൽ കാണാം, ഇനി അടുപ്പ് പുകയില്ല എന്നുള്ള തരത്തിലായിരുന്നു. മോദിയുടെ ഫോട്ടോ വെച്ച് ഗ്യാസ് വെച്ചിട്ട് അവരുടെ കണ്ടന്റ് അതായിരുന്നു. അത് അവർ ഏറെക്കുറെ പ്രാബല്യത്തിലാക്കി. പക്ഷെ ആ ഗ്യാസ് ഇപ്പൊ കാണണമെങ്കിൽ ഇപ്പൊ സ്വർണത്തിന് പകരം നമ്മൾ ഗ്യാസ് സിലിണ്ടർ കൊടുത്ത് കല്യാണം കഴിച്ച് വിടാൻ സ്ത്രീധനായിട്ട് വരെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വില കൂടിയിട്ടുണ്ട് ഈ സാധനത്തിന്റെ. സാധാരണ ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടേണ്ട അവസ്ഥ വരെ വന്നു. അപ്പോൾ ഹോട്ടലിൽ പോട്ടെ, നമുക്ക് സാധാരണക്കാരന് വീട്ടിലൊരു ഗ്യാസ് സിലിണ്ടർ കിട്ടണം എന്നുണ്ടെങ്കിൽ ഗ്യാസ് സിലിണ്ടറൊക്കെ ഇപ്പൊ 2 എക്സ്ട്രാ ഉള്ളവനൊക്കെ കോടീശ്വരനാ. അത്രയും ഡിമാൻഡ് ഇപ്പൊ നമുക്ക്. ആ അവസ്ഥയിൽ നിൽക്കുക. അച്ഛദിൻ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ BJP ഭരണത്തിൽ വന്നത് തന്നെ. ഏത് അച്ഛദിനാണ് നമുക്കുള്ളത് ഇപ്പോൾ? സാധാരണക്കാരൻ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കാനെങ്കിലും പറ്റണുണ്ടോ? അല്ല, ഒരു വർഷത്തിൽ 15 അല്ലെങ്കിൽ 2 കോടി ജോലി ഒരു വർഷം കൊണ്ട് കൊടുക്കും എന്ന് പറഞ്ഞു. ഇതിൽ ജോലി കിട്ടിയ ഒരാളൊന്ന് കൈവക്കി കാണിക്കാൻ പറയാൻ പറ്റുമോ? ആരുമില്ല. ഈ പെട്രോളും ഡീസലും എല്ലാം പറഞ്ഞതിനൊക്കെ ഇത്രയും വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന്റെ, അല്ലെങ്കിൽ BJP സർക്കാർ ഒന്നും ചെയ്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരുപാട് വാഗ്ദാനങ്ങൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ ഗ്യാസിന്റെ ഒക്കെ വില എത്രയാണെന്ന് പോലും ആലോചിക്കാൻ പറ്റാത്ത രീതിയിൽ കുതിച്ചു കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മഹിളാ മോർച്ചയിൽ എത്ര പേര് ഇതിനെതിരെ ഒരു സമരം നടത്തി കാണിക്കാത്ത എന്തുകൊണ്ടാ? പിന്നെ ഇന്നലെ സമരത്തിന് വന്ന ഈ ചേച്ചിമാരൊക്കെ തിരിച്ചു പോയത് ഇതുപോലെ തന്നെ കാശ് കൊടുക്കാണ്ട് വേറെ ബസ്സിൽ കയറിയാണോ തിരിച്ച് വീട്ടിലെത്തിയെന്ന് കൂടി അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തിരിച്ചു പോയത് സ്വന്തം വണ്ടിയിലാണെങ്കിൽ ആ വണ്ടിക്ക് അടിച്ച് പെട്രോളിന് എത്ര രൂപയായിട്ടുണ്ട്? BJP പറഞ്ഞ അതേ വിലക്ക് തന്നെ പമ്പിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് പെട്രോള് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു സമരം കൂടി നടത്താമായിരുന്നു വേണമെങ്കിൽ അവർക്ക്. അല്ല, ഇത് മാത്രമല്ല, ഇപ്പൊ BJPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ BJP വളരെ വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ്. 50 രൂപക്ക് പെട്രോൾ തരുന്ന പറഞ്ഞാണ്ട് ഭരണത്തിൽ വന്നതാ. ജയിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് 5 ലക്ഷം രൂപ കിട്ടും പറഞ്ഞതാ. 5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. 15 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും വരും എന്നാ പറഞ്ഞത്. 5 ലക്ഷം രൂപ ഒരു പേഴ്സണലി കിട്ടും, ഓരോ വ്യക്തിക്കും കിട്ടും എന്ന് പറഞ്ഞായിരുന്നു. എനിക്കൊന്നും കിട്ടിയിട്ടില്ല. 50 രൂപക്ക് പെട്രോൾ കിട്ടിയായിരുന്നു. ഇല്ല. അപ്പം ഇതാണ് ഇവരുടെ മൊത്തം അവസ്ഥ. പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിനും പറയണ്ടല്ലോ. വിദ്യാഭ്യാസ സ്ത്രീകൾ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ലാത്ത തരത്തിൽ വലിയ തരത്തിലുള്ള കാഴ്ചപ്പാടും വ്യൂ പോയിന്റും പേഴ്സ്പെക്റ്റീവ് ഇന്ത്യയെ എന്താ പറയാ അതിന്റെ പാരമ്പര്യത്തിലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു കണ്ടു വരുന്നതാ. പണ്ടത്തെ കാലത്തോട്ട് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ പോയി കഴിയുകയാണെങ്കിൽ ആദിമകാലത്ത് മനുഷ്യൻ എങ്ങനെയായിരുന്നു അത്തരത്തിലോട്ടാണ് BJP നരേഷൻ കൊണ്ടുപോകാൻ പോകുന്നത്. അല്ല, ഇവിടെ UDFന് മുന്നോട്ട് വെക്കാൻ ഒരു പ്രകടന പത്രിക, ഒരു വൃത്തിയുള്ളൊരു പ്രകടന പത്രിക എങ്കിലും ഉണ്ടായിരുന്നു. BJPക്ക് മുമ്പോട്ട് വെക്കാനുള്ള പ്രകടന പത്രിക തന്നെ എങ്ങനെയായിരിക്കും? ഓർക്കുന്നുണ്ടോ? കുറച്ചുനാൾ മുന്നേ ഗണപതി വട്ടം, സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം എന്നാക്കും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ. ഇതൊക്കെയാണോ ഇവിടെ വേണ്ടത്? എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഇപ്പൊ തന്നെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ UPയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തെന്നാ, ജോണി എസ് പാപ്പ പിള്ളേരെ വഴിതെറ്റിക്കുന്നു. അതൊക്കെ അത്തരം കാര്യങ്ങളിലൊക്കെയാണ് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അല്ലാണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പ്രകടന പത്രിക പോലും മുന്നോട്ട് വെക്കാൻ അവർക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഇപ്പൊ ഈ നടത്തുന്ന ഷോ ഓഫിനെ ഉണ്ടല്ലോ, ആ കണ്ടക്ടറൊക്കെയാണ് ശരിക്കും, അവർക്കാണ് ഞാൻ ഹാറ്റ്സ് ഓഫ് പറയുന്നത്. ശരിക്കും അവര് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ അവിടെ വെച്ച് എന്തോരം ഈ പ്രതിഷേധക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള യാത്രക്കാരൊക്കെ ഇത് കണ്ട് പേടിച്ചിട്ട് അവരും വിചാരിച്ചു കാണണം ചിലപ്പോ ഇത് പ്രാബല്യത്തിൽ വന്നു എന്ന് വിചാരിച്ചു കാണാം. ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടൊരു സമരം ചെയ്ത് അതിനകത്ത് കയറി കിടന്ന് കാണിച്ചതുകൊണ്ട് ഇനി ഇവരാരും KSRTC ബസ്സിൽ കയറില്ലേ? ഈ ഇന്നലെ സമരത്തിനുണ്ടായിരുന്ന ഇത്രയും ചേച്ചിമാര് ഇനി KSRTC ബസ്സിൽ കയറിയിട്ട് ഇതുപോലെ തന്നെ ഫ്രീ ആയിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും. ഇന്നലെ നിന്നിരുന്നത് ഒരു വനിതാ കണ്ടക്ടർ ആണെന്നുള്ള പരിഗണന പോലും കൊടുത്തിട്ടില്ല. പക്ഷെ അവർക്ക് ഹാറ്റ്സ് ഓഫ് പറയുന്നതിന്റെ ഒരു റീസൺ തന്നെ അവരുടെ UDF സർക്കാരിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ടിക്കറ്റ് അടിച്ചു കൊടുത്തു. അത് അവരുടെ പോക്കറ്റിൽ നിന്ന് അവരെടുത്ത് കൊടുത്തോളാം ആ കാശെന്ന് അവർ പറഞ്ഞു. അതുകൊണ്ട് ഈ സമരത്തിന് ഭയങ്കര ഒരു അടിയൊക്കെ പ്രതീക്ഷിച്ച് ചെന്ന ആൾക്കാര് വാലും ചുരുട്ടി പോരേണ്ടി വന്നു. അവരുടെ ആ ഒരു ഫയർ അങ്ങോട്ട് കെട്ടുപോയി. ആ ചേച്ചി അങ്ങ് കെടുത്തിക്കളഞ്ഞു. ബിന്ദുകുമാരി എന്നാന്ന് തോന്നുന്നു കണ്ടക്ടറുടെ പേര്. എന്തായാലും അവരാണ് ഇന്നലത്തെ താരം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത്തരം സമരാഭാസങ്ങൾ നടത്തിയിട്ട് ആൾക്കാർക്ക് ഒരു എന്തിനാ സ്വന്തമായിട്ട് ഇങ്ങനെ നാണം കെടാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സമരാഭാസങ്ങളോട് ഭയങ്കര വിയോജിപ്പ് മാത്രമേ തോന്നുന്നുള്ളൂ. ഇവർ സമരത്തിന് ഭയങ്കര ഒരു നരേഷൻ കിട്ടുന്ന എപ്പോഴാണ് അറിയോ?
ഇവരാദ്യം ചെയ്യേണ്ട സമരം ചെയ്യേണ്ട മോദിക്കെതിരായിരുന്നു. അതെ. മോദിക്കെതിരെ പോയി ഇങ്ങോട്ട് പറഞ്ഞു ഞങ്ങൾക്ക് പറഞ്ഞ 5 ലക്ഷം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറിന്റെ രഥയാത്ര നടത്തുന്ന എന്താ പറയാ കോൺഗ്രസിന്റെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഗ്യാസിന് ചെറിയ രൂപ അത്ര 50 രൂപ എത്രയോ കൂട്ടിയതിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ അന്ന് വലിയ തരത്തിലുള്ള പ്രക്ഷോഭം നടത്തിയത്. ഗ്യാസും കൂറ്റി തലയിലേറ്റ് നടന്ന ടീമുകളാണ് കേന്ദ്രത്തിൽ പിന്നെ BJP. അപ്പോൾ അത്തരത്തിൽ ഇവരൊക്കെ ഇവിടുന്ന് പോകണം എന്നാണ്. അവരിൽ ടിക്കറ്റ് വേണമെങ്കിൽ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ സെറ്റാക്കി കൊടുക്കണം. മോദിയുടെ വീടും പഠിക്ക ചെന്നുങ്ങാണ്ട് പറയണം ഞങ്ങൾക്ക് പറഞ്ഞ പോലെ 5 ലക്ഷം കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് പെട്രോളിന് 50 രൂപക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സമരത്തിന്റെ സാധനം 4-1 അവിടെ കാണിച്ചിരുന്നെങ്കിൽ മോദി എന്നോ നന്നായേനെ. ഇപ്പൊ ഈ ഫ്രീ ആയിട്ട് പോയ KSRTC ബസ് ഉണ്ടല്ലോ, ആ ബസ് എവിടെയെങ്കിലും പമ്പിൽ കൊണ്ട് കയറ്റണമായിരുന്നു. അതെ, ആ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ട് മോദി പറഞ്ഞ വിലക്ക് പെട്രോൾ അടിച്ചിട്ട് പോണായിരുന്നു. അത് ഈ ചേച്ചിമാര് അതും കൂടി ആയിരുന്നെങ്കിൽ കൊടുക്കണമായിരുന്നു. ഞങ്ങളുടെ മോദി പറഞ്ഞത് തരാൻ പറയണമായിരുന്നു. അതും കൂടി ആയിരുന്നെങ്കിൽ ഇത് മാസമായേനെ.